സംതൃപ്തിയില്ലാതെ, ഭാര്യയ്ക്ക് സംതൃപ്തിയില്ലാതെ, മക്കൾക്ക് കൊള്ളാവുന്ന അച്ഛനാകാതെ, അമ്മയാകാതെ നാട് നന്നാക്കാൻ ഇറങ്ങുന്ന സാമൂഹ്യ പ്രവർത്തകരെ കൊണ്ട് നിറയുമ്പോൾ സനാതനധർമ്മം തകരുകയാണ്, വളരുകയല്ല. ദേഷ്യം വരുന്നില്ലേ? എനിക്കിതൊക്കെ പറയാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് ദേഷ്യം വരാനും എളുപ്പമാണ്. വരുന്നില്ലേ? ഇടയ്ക്ക് നിർത്തി ചോദിക്കെങ്കിലും വേണ്ട, ദേഷ്യം വരുന്നില്ലേ? എനിക്കിതൊക്കെ സ്പീഡിൽ പറഞ്ഞേച്ചുവാ. ദേഷ്യം വരുന്നില്ലേ? തീർത്തും പറഞ്ഞതിൽ സത്യമുണ്ടോ? ഉണ്ടോ? അതുകൊണ്ട് നല്ലപോലെ ആലോചിക്കാം. നിങ്ങളുടെ പരമ്പര എത്ര അറിവിലൂടെ എത്ര ഭംഗിയായി പോകുന്നു, അതാണ് നിങ്ങൾ നേടുന്ന ആധ്യാത്മികത. അതിന് പര്യാപ്തമായി ജീവിക്കുക, ആഹാരം കഴിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. എല്ലാ ആശ്രമങ്ങളെയും എല്ലാ വർണ്ണങ്ങളെയും സംരക്ഷിക്കുന്നത് ഗൃഹസ്ഥനാണ്. വിവാഹം കഴിക്കുമ്പോഴും ഗർഭാധാനത്തിലിരിക്കുമ്പോഴും ഗർഭിണി വീട്ടിലുണ്ടായിരിക്കുമ്പോഴും അതിഥി പൂജനം മറക്കരുത്. തിഥി അറിയിക്കാതെ ആരെങ്കിലും വന്നാൽ, തെണ്ടിയോ തമ്മാടിയോ ആരും ആയിക്കോട്ടെ, ആരെങ്കിലും വന്നാൽ അന്നം കൊടുത്തു വിടും. അറിവുള്ളവനാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ആദരിച്ചന്നം കൊടുത്ത് ദക്ഷിണയും കൊടുത്തു വിടണം, വിളിക്കാതെ വന്നാൽ. വൈശ്വാനര പ്രവിശത്തി അതിഥിർ ബ്രാഹ്മണോ ഗൃഹാൻ. ബ്രഹ്മജ്ഞാനി അതിഥിയായി വരുന്നത് അഗ്നിയായിട്ടാണ്, വൈശ്വാനരനായിട്ടാണ്. അർഘ്യപാദ്യങ്ങൾ കൊണ്ട് തണുപ്പിച്ച് അവനെ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ആശ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാതാവും. നടപ്പുള്ള എന്തെങ്കിലും കാത്താണിരിക്കുന്നതെങ്കിൽ അത് തിരിച്ചു പോകും. പ്രതീക്ഷ. കാല് കഴുകുക, കയ്യിൽ ജലമൊഴിക്കുക, ഇതെല്ലാം മനസ്സിലായി? ആശ, പ്രതീക്ഷ, സംഗതം. കയ്യിൽ കിട്ടിയത് തന്നെ പോവും. സൂനൃതം, നല്ല വാക്ക്. അതിഥി പൂജനം ചെയ്തവന്റെ നാവിൽ നിന്നൊരിക്കലും പാമ്പും പഴുതാരയും വീഴില്ല, മുത്തും പവിഴവും വീഴും. ചിലർ വാ പൊളിച്ചാൽ പാമ്പും പഴുതാരയും വീഴും, ശരിയല്ല. സൂനൃതം, നല്ല വാക്ക്. നല്ല വാക്ക് പറയാൻ കഴിയുമെങ്കിൽ വേറെ സമ്പാദ്യമൊന്നും വേണ്ട. ഒന്നും എടുക്കാതെ ലോകം മുഴുവൻ യാത്ര ചെയ്യാം. അതല്ലാത്തവൻ യാത്ര ചെയ്യണമെങ്കിൽ എല്ലാ പാണ്ടക്കെട്ടും കൊണ്ട് പോകണം. അവൻ ചെല്ലുന്നിടത്ത് എല്ലാം ഉണ്ടാവും. അതിനാകെ ഒരു സമ്പാദ്യമേ വേണ്ടൂ, നല്ല വാക്ക്. നല്ല വാക്കുണ്ടാകുന്നത് അതിഥി പൂജനം കൊണ്ടാണ്. ആ തിഥിയെ പൂജിച്ചാൽ നല്ല വാക്കുണ്ടാവും. സൂനൃതം, ആശാ, പ്രതീക്ഷ, സംഗതം, സൂനൃതാം ച. ഇഷ്ടം, യജ്ഞങ്ങൾ, പൂർത്തം, സാമൂഹ്യ സേവന രംഗങ്ങൾ. പുത്രൻ,
നല്ല പുത്രനുണ്ടാകാൻ അതിഥിയെ പൂജിക്കണം. ആ ഭാഗം കൊണ്ടാണ് ഗർഭിണിയുള്ള വീട്ടിൽ ആര് തിഥി അറിയിക്കാതെ വന്നാലും ആഹാരം കൊടുത്ത് വിടാം. സന്ധ്യാസമയത്താണ് വരുന്നതെങ്കിൽ ഇറക്കി വിടരുത്. ഒരു പാക കൊടുത്ത് അവിടെ എവിടെയെങ്കിലും കിടത്തണം. സൂര്യോഢമെന്നാണ് ഈ വ്രതത്തിൻ്റെ പേര്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഗൃഹസ്ഥനോടാണ് സൂര്യൻ പറയുന്നത്, ഇതുവരെ അവന് ഞാൻ കണ്ണുകൾക്ക് വെളിച്ചമായിരുന്നു, ഞാൻ എൻ്റെ ഈ അതിഥിയെ നിന്നെ ഏൽപ്പിക്കുന്നു. ഈ രാത്രി അവന് കണ്ണുകൾക്ക് വെളിച്ചമായും ആഹാരമായും നീ തീരുന്നുവെങ്കിൽ എൻ്റെ രശ്മികൾ നിനക്കും നിൻ്റെ കുട്ടികൾക്കും സന്തതി പരമ്പരകൾക്കും പോഷണമായി നിന്റെ ചുറ്റുവട്ടങ്ങളിലെ ചെടികൾ തത്തിക്കളിക്കുന്നുണ്ടാവും. നീ പറിക്കുന്ന ഓരോ ഇലയും ഔഷധവും അറിവുമായിത്തീരുന്നത് പൂഷാവായ എൻ്റെ രശ്മികളാലാണ്. അതുകൊണ്ട് വൈദികൻ പ്രാർത്ഥിക്കും, പൂഷൻ ഏകർഷേ യമസൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മിൻ സമൂഹ തേജോയത്തെ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷസോഹമസ്മി. ഈ പ്രകൃതി അങ്ങനെ അടുക്കോടെ പോകുന്നതാണ്. നീ എൻ്റെ തുടർച്ചയായി നിന്നെ ഞാൻ ഏൽപ്പിച്ച അതിഥിക്ക് നീ അന്നം കൊടുത്തു, ശയ്യ കൊടുത്തു. നിന്റെ പുത്രനും പൗത്രനും സന്തതി പരമ്പരകളും എന്നാൽ അനുഗ്രഹീതമായിരിക്കുന്നു. നിന്റെ സമീപ പ്രാന്തങ്ങൾ എൻ്റെ മനോഹര രശ്മികളാൽ ആവൃതമായിരിക്കുന്നു. വിഷമൂലങ്ങളെയും വിഷവസ്തുക്കളെയും എൻ്റെ രശ്മികൾ മാറ്റിമറിച്ചിരിക്കുന്നു. നിന്റെ പറമ്പിൽ നിൽക്കുന്നത് കാഞ്ഞിരമായാലും മധുരമുള്ളതായിത്തീരുന്നു. ദാവിജിയ, നിങ്ങളുടെ നാട്ടിലൊരു മധുര കാഞ്ഞിരമില്ലേ? വർഷത്തിലൊരിക്കൽ അല്ലേ? ഒരു ദിവസം ആ കാഞ്ഞിരത്തിൻ്റെ ഇല മുഴുവൻ മധുരിക്കൂല്ലേ? നാട്ടുകാർ മുഴുവൻ പോയി പറിച്ചു തന്നെയല്ലേ മരുന്നെന്ന് പറഞ്ഞ്? കിട്ടുകയല്ല. പാലക്കാട് വിജയൻ്റെ അയൽവക്കമാണ്. എന്താ വെച്ചാൽ ഞാൻ നുണ പറഞ്ഞതല്ല. ഞാൻ ഈ കാര്യത്തിൽ നുണയൊന്നും പറയൂല. കാരണം എനിക്കൊരു നുണ പറഞ്ഞിട്ട് ഒരു ആവശ്യവുമില്ല. വിജയൻ്റെ തൊട്ടയൽവക്കത്തൊരു കാഞ്ഞിരവരത് കൊണ്ടൊരു പള്ളിയാണ്, ക്രിസ്ത്യൻ പള്ളിയാണ്. അതിന് കാരണം ആളുകൾ കയറും നേരത്തെ പറിക്കും മുഴുവൻ. മുസ്ലിം പള്ളിയാണ്. മധുരമാണ്, പറിച്ച് തിന്നുകയാണ് ചെയ്യുന്നത്. മധുരത്തോടുകൂടിയാണ് തിന്നുന്നത്. ആ, ഞാൻ നുണയൊന്നും പറഞ്ഞതല്ല. എൻ്റെ അടുത്തുനിന്നുള്ള ആളുകളൊക്കെ പോയി പറിച്ചുകൊണ്ടൊന്ന് തിന്നിട്ട് പറയുന്നതാണ്. ഞാൻ തിന്നു നോക്കിയില്ല. അവർ തിന്നിട്ട് മധുരാണെന്ന് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അത്രയും വരെ സത്യമാണ്. ഞാൻ തിന്നു എന്ന് പറഞ്ഞാൽ കള്ളോ? ആ ദിവസം ആകുന്നതിനും വില തീരുമെന്ന് വിജയൻ പറയില്ല. ആ ദിവസമേ വില തീരുമോ? ആ ദിവസം രാവിലെ തന്നെ ആളുകൾ ക്യൂ ആയിട്ട് വന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അത് കേട്ടതിൻ്റെ ഒരു ചെറിയ തകരാറ്. അതുകൊണ്ട് സൂര്യൻ വിചാരിച്ചാൽ സൂര്യൻ്റെ രശ്മിയിൽ നിന്നാണ് ഈ പാചകം മുഴുവൻ നടക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു.
ലോകത്തിലെ ഏറ്റവും വലിയ പാചകശാല ഇലയാണ്. അമ്മയും സഹോദരിയും ഒക്കെ പാചകം ചെയ്യുന്നതിനേക്കാൾ ഈ ഭൂമിക്ക് വേണ്ട അന്നം പാകം ചെയ്യുന്നത് ഇലകളാണ്. ആ ഇലകളിലേക്ക് രശ്മി സമൂഹങ്ങളെ അയച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യനാണ്.